ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ കോളിഫ്ലവറാണ്. കോളിഫ്ലവർ വാങ്ങിയായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ലേശം ചൂടുവെള്ളം ചൂടാക്കി അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് നല്ലോണം ഒരു 10-15 മിനിറ്റ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ച്. അതെന്തിനാന്ന് വെച്ചാൽ അറിയാമല്ലോ, ഇതിൻ്റെ അകത്ത് പുഴു ഉണ്ടാവും. ചില വലിയ കോളിഫ്ലവറിൻ്റെ അകത്ത് ചെറിയ പാമ്പുകൾ ഉണ്ടാവും, പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പുഴു ഇതുമെല്ലാം നഷ്ടപ്പെടാനായിട്ട് ഉണ്ടെന്ന് ലേശം ചൂടുവെള്ളത്തിലും മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വെച്ച്. അപ്പം ഇത് 10 മിനിറ്റോ 15 മിനിറ്റോളം ഇട്ട് വെച്ച് അതിന് ശേഷം നമ്മൾക്കിതൊരു കറി വെക്കാം. കറി എങ്ങനെ വെക്കുകയെന്ന് വെച്ചാൽ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ അതിനിടയിൽ ഞാൻ ഇതിന് വേണ്ടിയിട്ട് 2 ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 3 കുഞ്ഞ് തക്കാളി ആയതുകൊണ്ട് ഒരു 3 എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 2 എണ്ണം മതി. അത് നിങ്ങളെ ഓരോ അത്ര ഇതുപോലെ. പിന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് കരിയാമ്പില എടുത്തിട്ടുണ്ട്. ബാക്കി മസാലകളെല്ലാം നമ്മൾ കാണിക്കുന്നതാണ്. ഇതിങ്ങനെ വെള്ളത്തിലിട്ട്, അപ്പോൾ ഇത് നമുക്കൊന്ന് നോക്കാം. വെള്ളത്തിലിട്ട് കുറേ നേരമായല്ലോ. ഇതിൻ്റെ പൂ മാത്രമേ കറി വെക്കുന്നുള്ളൂ. ഇതിൻ്റെ തണ്ട് നമുക്കൊരു ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളിയെല്ലാം ഇട്ടിട്ട് ഒരു വറവ് ആക്കാം. ഇതിൻ്റെ തണ്ടുകൊണ്ട് തണ്ട് മാത്രം എടുത്തിട്ട് ഇതിൻ്റെ പൂ മാത്രമാണ് ഇപ്പോൾ കറി വെക്കുന്നത്. ഞാൻ ഇതിൽ തന്നെ ഇടുന്നുണ്ട്. നമുക്കൊരു ഒരു നല്ല വലിയ ഉള്ളിയും ഒരു തക്കാളിയും 2 ഉരുളക്കിഴങ്ങെല്ലാം എടുത്ത് ഒരു വറവ് ആക്കാം. നോക്കിയിട്ടുണ്ട്. ഇത് ഇത്ര വണ്ണത്തിൽ ഞാൻ മുറിക്കുന്നുണ്ട് കറിക്കായതുകൊണ്ട്. നമ്മളിങ്ങനെ എടുത്ത് നോക്കണം നല്ലോണം. ഇത് വാങ്ങിയാൽ വളരെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഇത് ചെയ്യണം. ഇതെല്ലാം ഇപ്പം വെള്ളത്തിലോട്ടെല്ലാം നല്ല ക്ലിയറായി. പക്ഷെ ഇത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് വളരെ. ഇതിൽ നല്ല പച്ച പുഴുവും കാണും, പുഴുകൾ കാണും, എന്തായാലും കാണും. ഇതെല്ലാം ക്ലീനാക്കി ചൂടുവെള്ളം വെച്ചാൽ തന്നെ അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിലെല്ലാം അത് പെട്ടെന്ന് നശിച്ചു പോവും. പിന്നെ നമുക്ക് കഴുകിയെല്ലാം ഒന്നുമില്ല. എല്ലാം വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ടുണ്ടാവും. എന്നാലും നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. നല്ല മുറിച്ച് നല്ല ഇതായിട്ട് വെച്ച് ലേശം വെള്ളത്തിലിട്ട് അവിടെ വെച്ചിട്ടുണ്ട്, തണുത്ത വെള്ളത്തിൽ. അപ്പോൾ നല്ല ഭംഗി. ഇതിന് വേണ്ടുന്ന ബാക്കി സാധനങ്ങൾ നമുക്ക് മുറിച്ചെടുക്കാം. ഇതിൽ നമ്മളൊക്കെ തന്നെയാണ് മുറിക്കുന്നത്.
ഉള്ളിയെല്ലാം മുറിച്ച് തക്കാളി നമുക്ക് കുറച്ച് മിനിറ്റ് മുറിക്കാം. നമുക്കിത് ഓരോന്നോരോന്നായിട്ട് മുറിച്ച് ചെയ്യാം. തക്കാളിയെല്ലാം വലിയ 4 കഷ്ണമായിട്ട് ചെയ്യുന്നു. നല്ല ടേസ്റ്റാണിത്. ചിക്കൻ കറി വെച്ച പോലെ ഉണ്ടാവും. ഓരോ കറി ആയാലും അത് വെക്കുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറാണ്. കുക്കിങ് പാചകം ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ. അതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓരോ ദിവസം ഓരോ പാചകം അങ്ങനെ ചെയ്ത് ട്രൈ ചെയ്ത് നല്ല നോക്കും. ചട്ടി വെച്ച് ചൂടാം. വെക്കാം. എണ്ണ ചൂടായി നമുക്ക് സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ട് കുറച്ച് കരിയാൻ നമുക്ക് കുറച്ച് ഉള്ളിയും മുറിച്ച് വെച്ച ഉള്ളിയും 4 പച്ചമുളകും കൂടി ഇട്ട് നടക്കും. ഉള്ളി വേഗം അതാണ് ഒരു ചെറിയ പ്ലാസ്റ്റിക് കൊണ്ട് ഒരു ഉപ്പിട്ട് കൊടുക്കണം. കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കും. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്ത് ചെറിയ സ്പൂണിൽ കുരുമുളക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് മഞ്ഞൾ കൊടുത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് നമ്മളന്ന് ആക്കി വെച്ചതുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് കറികളെല്ലാം ആവും. കറിക്കുള്ള നല്ലൊരു മണം ഇത്. ചെറിയൊരു സ്പൂണിൽ ഇത് നിറച്ച് വെളുത്തുള്ളി ഇട്ട് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സാക്കി ഇതൊന്ന് 10 മിനിറ്റ് നമുക്ക് അടിച്ചു കൊടുക്കാം. നല്ല ഈ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിയും ആ കുരുമുളകും ഉപ്പും എല്ലാം കൂടി ആ കോളിഫ്ലവറിൽ നന്നായി പിടിക്കണം. ഇട്ട് കൊടുക്കാം. നല്ല മണമുള്ള പിന്നെ നല്ല രസം, നല്ല സ്മെല്ലല്ലേ. കുരുമുളകും ഇഞ്ചിൻ്റെ എല്ലാം കൂടി നല്ലതായിട്ടുണ്ട്. നമുക്ക് ഓരോ മസാലകളും ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂണ് ഗരം മസാല. ഇത് നമ്മളൊന്ന് എല്ലാം മസാലേൻ്റെ ടിപ്പ് കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് പെരുംജീരകവും നല്ല ജീരകവും എല്ലാം പിന്നെ മല്ലി മുഴുവൻ പൊടിച്ചതും ഇതും ഒരു 1/2 സ്പൂണോളം ചെറിയ ഇട്ട് കൊടുത്ത് നല്ല മണമെല്ലാം ഉണ്ടാവും. അതിന് പിന്നെ വറുത്ത് പൊടിച്ച് ഉലുവേൻ്റെ ഒരു ലേശം മതി, ഒരു ശകലം അത് ഇട്ട് കൊടുത്ത്. പച്ചക്കറികൾക്ക് ഉലുവ
കുറച്ച് വറുത്ത് ഒഴിച്ച് ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ്. മല്ലിപ്പൊടി 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ചിക്കൻ ഇത് ചെറിയൊരു സ്പൂണിൽ ചിക്കൻ മസാല പൊടി. അരച്ച് വെച്ച കാശ്മീരി മുളക്. ഇത് കുറേ കറിക്ക് നമുക്ക് ഉപയോഗിക്കാം. ഒന്ന് അരച്ച് വെച്ചതാണ്. അരച്ചെല്ലാം വെച്ച് എല്ലാം ടിപ്പ് റെഡിയാക്കിക്കൊണ്ട് നമുക്ക് നല്ല വേഗം പെട്ടെന്ന് കറിയാക്കാം. അപ്പോൾ അതൊരു സ്പൂണ് ഇടുന്നുണ്ട്. എരിവ് വേണ്ടുന്ന അനുസരിച്ച് ഇട്ടാൽ മതി. നമ്മൾ പച്ചമുളകും കുറച്ച് കുരുമുളകും ഇട്ടിനല്ല, അതുകൊണ്ട് 1 സ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ. എരിവ് വേണ്ടുന്നക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എരിവ് ഇടാം. ചിക്കൻ സ്റ്റോക്കിൻ്റെ ഒരു കട്ട, ഒരു കട്ടേൻ്റെ 1/4 ഭാഗമായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്ത് ഇതെല്ലാം ഒന്ന് നന്നായി ആക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. നമ്മുടെ ചിക്കൻ വെച്ച പോലെ തന്നെ നല്ല മണമുണ്ട്. നമ്മൾ കാശ്മീരി മുളക് വാങ്ങി അതിന് തന്നെ നല്ല എരിവുണ്ട്, അതുകൊണ്ട് മറ്റേ മുളക് ഇട്ട് കൊടുത്തിട്ടില്ല. എരിവ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ അത്യാവശ്യത്തിനുള്ള എരിവുണ്ട്. വെക്കാം. എന്നിട്ട് ബാക്കി വെള്ളവും കാര്യങ്ങളെല്ലാം ഒഴിക്കാം. പിന്നെ തണ്ട് നമ്മൾ ഇതിനിടയ്ക്ക് വറുത്തിട്ടുണ്ട്, ഇടയ്ക്ക് വറുക്കാറുണ്ട്. അത് നമ്മൾ ചാടണ്ട. തണ്ട് നല്ല മഞ്ഞൾ വെള്ളത്തിൽ നല്ല കഴുകി തണ്ടൊന്ന് മുറിച്ച് വെച്ച് ഇങ്ങനെ ഒരു ഉരുളക്കിഴങ്ങും ഒരു ഉള്ളിയെല്ലാം ഇട്ട് അതൊരു വറവാക്കാം നമുക്ക്. അപ്പോൾ അതിങ്ങനെ മുറിച്ചിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഇനി നമുക്ക് ആവശ്യത്തിന് നല്ല വെള്ളമെല്ലാം ഉണ്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെയും കറിയാക്കാം. മസാലയിൽ തന്നെ നമുക്ക് കറിയാക്കാം. ഞാൻ പിന്നെ കുറച്ച് തേങ്ങ ഒന്ന് വറുത്തരച്ച ബാക്കിയുണ്ട്, അതും കൂടി ഇതിൻ്റെ ഒപ്പം കൂട്ടുന്നുണ്ട്. കുറച്ച് നല്ല കട്ടിയിൽ ചാറായിക്കോട്ടെ. ഇത് കുറേ 3-4 ദിവസമായില്ലേ, അതുകൊണ്ട് തേങ്ങ ഇതിൻ്റെ കൂടെ ഇനി വെക്കാൻ പറ്റില്ല അധികം. വറുത്തരച്ച് അതും കൂടി ഇടുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയായി. ആവശ്യത്തിന് അധികം വെള്ളം വേണ്ടുന്നാൾ വെച്ചാൽ അല്ലേ, വെള്ളം കുറച്ച് വേണ്ടുന്നാൾ കുറച്ച്, അത് ഓരോരുത്തർ ഇഷ്ടം പോലെ. നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. അടച്ച് 2 പക വധിച്ചാൽ റെഡിയായി. തുറന്ന് നോക്കാം. കുറച്ച് കയ്യാമ്പിൽ ഇട്ട് കൊടുക്കാം. വെള്ളമെല്ലാം വറ്റി അടിപൊളിയായി. ഇനിയും വേണ്ടുന്നാക്ക് വറ്റി. ഇതിൽ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടില്ല. വേണമെങ്കിൽ വെളിങ്ങനെ നമ്മൾ ചിക്കൻ കറിയിലെല്ലാം മുറിച്ചിടുന്ന പോലെ ഉരുളക്കിഴങ്ങ് മുറിച്ച് ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഓഫാക്കാം. കറിയായി. തണ്ട് വറുക്കുന്നു. തണ്ടും അതിൻ്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു കുഞ്ഞ് തക്കാളി എല്ലാം ആയിട്ട് എണ്ണ ചൂടാട്ടെ. അപ്പോഴത്തെ ഞാനിതാ ഒരു ഉള്ളി ചെറുങ്ങനെ മുറിച്ചിട്ട്, ഒരു കുഞ്ഞ് തക്കാളി ചെറുങ്ങനെ മുറിച്ചിട്ട്, പച്ചമുളക്, കരിയാമ്പില, പിന്നെ കോളിഫ്ലവറിൻ്റെ തണ്ട്, ഒരു ഉരുളക്കിഴങ്ങും. നല്ല ടേസ്റ്റാണിത്. ചാടണ്ട. ഇങ്ങനെ ഒരു വറവായി നമുക്ക് അവിടെ നല്ലൊരു ടേസ്റ്റുമാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ കോളിഫ്ലവറിൻ്റെ തണ്ട് മുള്ളങ്കീൻ്റെ ഒരു ടേസ്റ്റ്, മുള്ളങ്കീൻ്റെ ചേപ്പിൻ്റെ ടേസ്റ്റാണ്. വറവ് സാധാരണ വറുക്കുന്ന വറവിന്, പക്ഷേങ്കിൽ നമ്മളിതിന് തേങ്ങ ഇടില്ല. തേങ്ങയുടെ ആവശ്യമില്ല. ഇനി ഉപ്പും മഞ്ഞളും എല്ലാം ആവശ്യത്തിന്
ഉപ്പെല്ലാം ഞാൻ കുറവാണ് ഇടുന്നത്. അപ്പം എന്ന് വെച്ചാൽ നമുക്ക് ഉപ്പ് കൂടിപ്പോയാലല്ലോ പ്രശ്നമുള്ളൂ. കുറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. കൂടിയത് കുറക്കാൻ പറ്റില്ല. അതെ, കൂടിയത് കുറക്കാൻ പറ്റൂലല്ലോ. കുറച്ചത് കൂട്ടാം. ശകലൊരു മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും മുളകും മഞ്ഞളും കുറച്ച് മുളക് പൊടി ഇട്ട് നമുക്കൊന്ന് വേവിക്കാം. ഒരു സ്പൂണ് റെഡ് ചില്ലി ഫ്ലേക്സ് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. അത് കാണാൻ നല്ല ഭംഗിയെന്ന് മേലെ ഇട്ട് കൊടുക്കുക. ഈ കിഴങ്ങിൻ്റെ ഒരു നല്ല ഒരു ഈ കുറച്ച് ഒരു ശകലം കൂടുതൽ വേണ്ട, ഒരു ശകലം ഒരു ശകലം ഒരു ഇഞ്ചി. കൂടുതൽ ആവശ്യമില്ല, കുറച്ച് മാത്രം. തുറന്നൊക്കെ നമ്മൾ അന്ന് പൊടിച്ച് വെച്ച മല്ലീൻ്റെ ഒരു മുഴുവൻ ഈ നമ്മൾ രസത്തിലെല്ലാം ഇടുന്നുണ്ടല്ലോ, അപ്പോൾ അതൊരു നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ്. നല്ലൊരു മണമുണ്ട്. ഒരു 1/4 സ്പൂണ് അതും ഇട്ട് കൊടുക്കുക. ഈ ഒരു സ്പൂണ് ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കിഴങ്ങ് വേവണമല്ലോ, അതുകൊണ്ട് ഒരു ലേശം ഒരു ശകലം ഒരു സ്പൂൺ. ബാക്കി സൂപ്പർ കോളിഫ്ലവറിൻ്റെ റെഡി ആയിട്ടുണ്ട്. നല്ല മസാലക്കറി, നല്ല തേങ്ങ വറുത്തരച്ച മസാലക്കറി. തേങ്ങ വേണം കിട്ടാൽ മതി. അതല്ലെങ്കിൽ തേങ്ങ ഞാൻ വരച്ച് വെച്ചത് ഉണ്ടേനും കുറച്ച് ദിവസമായി. അപ്പോൾ അത് ഇനിയും വെച്ചാൽ മോശമായി പോകുന്നില്ലോണ്ട് ഞാൻ കൂടുതൽ വെച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു തേങ്ങ വറുത്തരച്ച് വെച്ചത്. അതിൽ 3ഓളം കറികൾ ഞാൻ ഉണ്ടാക്കി. നമുക്ക് 2 നേരം എടുക്കാനുള്ള കറികൾ ഉണ്ടാക്കി. നല്ല 4 കറി ബാക്കിയാണ്. നല്ല ടേസ്റ്റും ഉണ്ട്. കറി ഇതിങ്ങനെ അരച്ചെല്ലാം വെച്ച് നമ്മളെ ജോലിയും എളുപ്പത്തിൽ നമുക്ക് തീർന്ന്. ഇപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും മസാലകളെല്ലാം അരച്ച് വെച്ചുകൊണ്ടാണ് നമുക്ക് എളുപ്പം പണി കഴിഞ്ഞത്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കറി വെക്കാം. അതുകൊണ്ട് ഇതെല്ലാം എല്ലാവരും ഒന്ന് കോളിഫ്ലവറൊന്നും ചില ആൾക്കാർക്ക് നമ്മുടെ നാട്ടിലെ ചില സ്ത്രീകൾക്കൊന്നും കുറേ ആൾക്കാർക്ക് അറിയാണ്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ മസാലകളെല്ലാം അതിന് നല്ലോണം പിടിച്ചു കഴിഞ്ഞാൽ നല്ല ചിക്കൻ കറി വെച്ച പോലെ നല്ല ടേസ്റ്റ്. അതിൽ ഉരുളക്കിഴങ്ങ് വെളിങ്ങനെ നമ്മൾ ചിക്കൻ കറിയിൽ ഇടുന്ന പോലെ വെളിങ്ങനെ ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ വേണ്ടുന്ന ആൾ മുറിച്ചിടാം. ഞാൻ പിന്നെ ഉരുളക്കിഴങ്ങ് കുറവായതുകൊണ്ട് ഉരുളക്കിഴങ്ങ് പിന്നെ മല്ലിച്ചപ്പ് ഇപ്പം തീർന്നോണ്ട. പിന്നെ ഇത് കഴിഞ്ഞ് വേണ്ടുന്നാൾക്ക് മല്ലിച്ചപ്പ് വിതറിക്കൊടുക്കുക. ഡെക്കറേഷൻ ഒരു ഇതുപോലെ മല്ലിച്ചപ്പ് തീർന്നു പോയി, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ തണ്ട് കൊണ്ടാണ് ഞാൻ ഈ വറവും കൂടി ഒന്ന് ഉണ്ടാക്കിയത്. അതും നല്ല ടേസ്റ്റാണ്. ഇതും ഒന്ന് ഉണ്ടാക്കി നോക്കാം എല്ലാവരും. പിന്നെ എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കുക്കിംഗ് വീഡിയോ ഒരുപാട് ആൾക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിന്. അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെല്ലാം കാണുക. അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് ഉണ്ടാക്കി തീർച്ചയായും നോക്കണം. നല്ല ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്നൊരു മീൻ കിട്ടിയിട്ടില്ലെങ്കിലും ഒരു തേങ്ങയില്ലെങ്കിലും പല വിധത്തിലുള്ള കറികളുണ്ടല്ലോ. അപ്പം നമുക്ക് അതുപോലെ ചില ആൾ മീനൊന്നും കഴിക്കാത്ത ആൾ ഇന്ന് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ പച്ചക്കറി പല വിധത്തിലും പച്ചക്കറികൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. സൂപ്പർ ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാണ്ട് പോറും. ട്രൈ ചെയ്ത ആൾ ഈ കറി ഇഷ്ടപ്പെട്ട ആൾ പിന്നെ തീർച്ചയായും ഉണ്ടാക്കുന്ന 100% ഉണ്ടാക്കുന്ന എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാവരും പുതിയ ആളുണ്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമ്മൾ നല്ല നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വരും. പിന്നെ പച്ചക്കറികളെല്ലാം നല്ലതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സാധനവും ചാടാനില്ല. നമുക്കത് നോക്കി എല്ലാം അതിന് ചെയ്യുന്ന വിധത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കറികളും നല്ല സൂപ്പറായിരിക്കും. താങ്ക് യു. എൻ്റെ ഗോഡി ചാനലിൻ്റെ വക ഞങ്ങളെ 2 പേരെയും ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദിയും.